അയല മീൻ വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുഞ്ഞുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചതെല്ലാം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോവാതെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളിയുടെ വെള്ളമാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ അയല മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് പതുക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലെ ബാക്കിയുള്ള മസാലകൾ കൂടെ പിടിച്ച് വരുന്നവരെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നല്ല ഉപ്പും പുളിയും എരിവെല്ലാം ഉള്ള ഒരു അടിപൊളി മീൻ ഫ്രൈ ആണ്. ഇനി നമുക്ക് മസാലയെല്ലാം അതിലൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ സൈഡ് കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല മണമാണ് ഇപ്പോൾ വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. ഇപ്പോൾ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.